നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മറ്റോമാരോടെ കാണുമല്ലോ അല്ലേ? ഞങ്ങളൊന്ന് ചുമ്മാ പെങ്ങളെ. പല്ല് കൊഴിഞ്ഞ സിംഹമൊന്നുമല്ല ശങ്കരൻ, പത്തിപോയ പാമ്പുമല്ല, ചൊറിയുന്നവനെ മാന്തും. മനുഷ്യനെ നന്നവാൻ സമ്മതിക്കാത്ത കുറെ എണ്ണം. ഓ, ചായക്കടയാണെന്ന് കയറി ബാർബർ ഷോപ്പിൽ കയറിയ ഒരു വൃദ്ധൻ, ഷാപ്പാണെന്ന് കരുതിയ അമ്പലത്തിൽ കയറിയ ഒരു വൃദ്ധൻ. എന്തുണ്ട് കഴിക്കാൻ? പൂജാരി, അർച്ചനയും പുഷ്പാഞ്ജലി. അപ്പൊ വൃദ്ധൻ. രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. നീ ആ സാമ്പടിക്കല നാരായണന്റെ മോനല്ലേ? നിന്റെ അപ്പനെ ഞാൻ ഭാര്യ അലക്കിയിട്ടുണ്ട് ഈ അമ്പലം മുറ്റത്തിട്ട്. 10-15 കൊല്ലം മുമ്പാ. വീട്ടിൽ ചെന്ന് ചോദിക്കണം എന്റെ തന്തയോട് എത്ര മാസം എണ്ണത്തോണി കിടന്നിട്ടുണ്ടെന്ന്, ഇപ്പൊ എത്രത്തോളം ഡെയിലി ചെലവെന്നുണ്ടെന്ന്. ശങ്കരണ, വിഷയമാക്കരുതേ. അണ്ണനെ പതിവില്ലാതെ അമ്പലത്തിൽ കണ്ടപ്പോ ഒരു തമാശക്ക്. ശങ്കരണ വേണ്ട, വിട്ടേക്ക്. ശങ്കരനിട്ട് തമാശ ഉണ്ടാക്കുമ്പോഴേ സൂക്ഷിച്ചു വേണം കേട്ടോ. ആന മെലിഞ്ഞാ തൊഴുത്തി കെട്ടാറില്ല. സാമ്പ്രാണിക്കൊടി ശങ്കരനോട് ഉരസുന്നത് സൂക്ഷിച്ചു വേണം. തീപ്പെട്ടിയുടെ 2 വശത്ത് ഉരച്ചാലേ കത്തു, പക്ഷേ ശങ്കരന്റെ എവിടെ ഉരച്ചാലും കത്തും. അല്ല മകളെ, ഇവന്മാർ എന്റെ കൊച്ചിനെ കുറിച്ച് പറഞ്ഞു ചിരിക്കുന്നു ഞാൻ അറിയാഞ്ഞിട്ടല്ല. ശങ്കരൻ തൽക്കാലം കള്ളുകൂടി നിർത്തി അമ്പലത്തിൽ വന്നു. പക്ഷേ നീയൊക്കെ ഇനി എന്തെങ്കിലും പറഞ്ഞ് ചിരിച്ചാൽ കത്തിക്ക് വരഞ്ഞ പൂഞ്ഞാനും പള്ളത്തിക്കായിട്ട് കായലിൽ തള്ളിഞ്ഞാൽ നോക്കിക്കോ. കഴിഞ്ഞ ദിവസവും ഞാൻ സുധേട്ടനോട് പറഞ്ഞിരുന്നു എനിക്കൊരു മറുപടി തരണമെന്ന്. പ്ലീസ് സുധേട്ടാ, പ്ലീസ്. ആരാ ഈ സിദ്ധാർത്ഥൻ? അയാളെക്കുറിച്ച് ചോദിച്ചിട്ട് ഡോക്ടർ നിരഞ്ജൻ സാറും ഒന്നും പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ചിരിയില് എന്തോ ഒളിഞ്ഞിരിക്കുന്ന പോലെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശത്രുവാണോ മിത്രമാണോ സിദ്ധാർത്ഥൻ എനിക്കൊന്നും അറിയില്ല സുധേട്ടാ. അപകട സമയങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും കൃത്യമായി എന്നെ രക്ഷിക്കാൻ എത്തുന്നത് ഒരു തന്ത്രമാണെന്ന് പോലും ഞാൻ വായിക്കുന്നുണ്ട്. സുധേട്ടൻ എത്രയും വേഗം എനിക്ക് മറുപടി തരണം, തന്നേ പറ്റൂ. ശരത് എന്ന വലിയൊരു ശത്രുവിന്റെ കീഴിൽ എന്റെ ജീവിതം ഒന്ന് സുധേട്ടൻ അറിയാലോ. ശത്രുക്കളുടെ എണ്ണം കൂടിയാ ഞാൻ ഒറ്റയ്ക്കല്ലേ സുധേട്ടാ. എന്റെ ഉള്ളിലെ പതർച്ചകളൊന്നും ഇവിടെ അച്ഛനോടും അമ്മയോടും കാണിക്കാനാവില്ല. എന്റെ ഉള്ളിലുണ്ടെന്ന് കരുതുന്ന ഒരു ധൈര്യത്തിൽ പിടിച്ചു നിൽക്കുന്നവരവര്. ഇരുട്ട് മുറിയില് കറുത്ത പൂച്ചയെ തിരയുന്ന രീതിയിലാണ് ഞാനിപ്പോ. ദൈവം എന്നെ സുധിയായിട്ട് രണ്ടുപേരും മാത്രമേ ഉള്ളൂ മുന്നിൽ. പ്ലീസ് സുധിയേട്ട. അമലിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കുറച്ചല്ല, കുറച്ചേറെ. ഇനി സ്വാമി ഒന്ന് പോണം, അന്വേഷിക്കണം. നമ്മൾ അവനെ രക്ഷിക്കാൻ തീരുമാനിക്കുമ്പോൾ അവൻ അതിന് അർഹതയുണ്ടോന്ന് അറിയണ്ടേ? ഞാൻ പോവാം, അന്വേഷിക്കാം. പക്ഷേ സൂക്ഷിച്ചു വേണം. ശരത്തിന്റെ ആളുകൾ പിന്നാലെ ഉണ്ടാവൂ. എനിക്കറിയാം. കൃത്യമായ കാര്യങ്ങൾ എനിക്ക് കിട്ടണം. എന്നിട്ട് വേണം ഒരു പുതിയ ജീവിതത്തിലേക്ക് അവൻ പോവാൻ. നമ്മൾ കബളിപ്പിക്കപ്പെടരുത് സ്വാമി. ഇല്ല, കൃത്യമായ വിവരങ്ങൾ ഞാൻ സാറിന് തന്നിരുന്നു. മതി. ശരത്തിന്റെ വലക്കൂട് പൊട്ടിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരായുധമാണ് അമൽ. ആരോടുമുള്ള വൈരാഗ്യമല്ല സ്വാമി. ആ പാവം പയ്യൻ രക്ഷപ്പെടണം. ഞാൻ നാളെ തന്നെ പോവാം. കല്യാണം പിന്നെ നിങ്ങളൊക്കെ വിളിക്കാതിരിക്കൂ?
നമ്മളങ്ങ് അടിച്ച് പൊളിക്കില്ലേ? ബാച്ചുലർ പാർട്ടി എന്നൊക്കെ പറഞ്ഞ ഒരൊന്നൊന്നര പാർട്ടി ആയിരിക്കും. ആ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ആഹാ, ശരത്തുവൻ കല്യാണ വിളിയൊക്കെ തുടങ്ങിയോ? അല്ലച്ചാ, ഫ്രണ്ട്സിനോടൊക്കെ നേരത്തെ ഒന്ന് സൂചിപ്പിക്കണമല്ലോ. ശരത്തുമോന്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇതുവരെ കിട്ടിയില്ല. ആധാർ കാർഡും പാസ്പോർട്ടും. ഇല്ലച്ചാ, ഞാൻ മറന്നിട്ടില്ല. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഞാൻ റെഡിയാക്കാം. വേറൊന്നിനും അല്ല ശരത്തെ, ഈ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ തിരിച്ചറിയൽ കാർഡ് വേണമല്ലോ. മാത്രമല്ല അതിലെ അഡ്രസ്സ് വെച്ച് എനിക്ക് ശരത്തിന്റെ നാട്ടിലൊക്കെ ഒന്ന് പോണമല്ലോ. അതെന്തിനാടാ ശരത്തിന്റെ നാട്ടിലൊക്കെ പോന്നേ? ആ, നാട്ടിലൊക്കെ പോയി തിരക്കണ്ടേ അമ്മേ? ആ അത് വേണം, അത് വേണം. അച്ഛനും അമ്മയും ഇല്ലെങ്കിലും ശരത്തിന് നാട്ടിൽ കുറച്ച് ബന്ധുക്കളൊക്കെ കാണുമല്ലോ. അപ്പോ അച്ഛൻ അവിടെ ചെന്ന് അവരോട് വിവരം പറയേണ്ട ഒരു നാട്ടു നടപ്പുണ്ട്. ഓ, അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. അച്ഛാ, എനിക്ക് ബന്ധുക്കളായിട്ടൊന്നും കുറച്ചു നാളായിട്ട് വലിയ അടുപ്പമൊന്നുമില്ല. തന്നെയുമല്ല, ഞാനൊരു നല്ല നില എത്തിയതിന് അവർക്കൊക്കെ നല്ല അസൂയുണ്ട്. എന്തിനാ അങ്ങനെയുള്ള ആൾക്കാരുടെ ദുർമുഖം കാണാൻ പോകുന്നത്? ഓ, അതൊന്നും കുഴപ്പമില്ല ശരത്തെ. വേറൊന്നും കൊണ്ടല്ല. നാളെ ശരത്തിന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഞങ്ങളുടെ തങ്കപ്പെട്ട ചെറുക്കനെ താൻ തന്റെ മകൾക്ക് വേണ്ടി തട്ടിയെടുത്ത അല്ലേടോ എന്ന് ചോദിച്ചാ, അയ്യോ, ഇതൊന്നും താങ്ങാനുള്ള ശക്തി എനിക്കില്ല മോനെ. ഓ, കാണുന്നെങ്കിൽ പോയി കാണട്ടെ ശരത്തുമോനെ, നല്ലതല്ലേ? കല്യാണത്തിന് അവരും വരട്ടെ, ഞങ്ങൾക്കും കൂടെ ശരത്തുമോന്റെ ബന്ധുക്കളെയൊക്കെ ഒന്ന് കാണാമല്ലോ. ഇങ്ങനെയൊക്കെയല്ലേ ഈ മുറിഞ്ഞു പോയ ബന്ധങ്ങള് വിളക്കി ചേർക്കുന്നത്. കല്യാണം കഴിഞ്ഞ് നിത്യമോൾക്ക് ശരത്തിനും വിരുന്നിന് പോകാൻ ബന്ധുവീടുകളാവുമല്ലോ. ആ, അച്ഛൻ പോയി അന്വേഷിക്കട്ടെ ശരത്തേട്ടാ, ബന്ധുക്കളെ ക്ഷണിക്കട്ടെ. ഇനി അതിന്റെ ഒരു കുറവ് വേണ്ട. ശരത്തേട്ടന് നല്ല ബന്ധുബലം ഉണ്ടെന്ന് എല്ലാരും അറിഞ്ഞിരിക്കട്ടെ. ആ, അത് ചില കാര്യങ്ങൾക്ക് എന്റെ മോക്ക് ഭയങ്കര ബുദ്ധിയാ. ഓ, അപ്പോ അടുത്ത ദിവസം നമ്മുടെ സമുദായ ഓഫീസിൽ ഒന്ന് പോണം. പിന്നെ ശരത്തിന്റെ നാട്ടിലും. പിന്നെ നമ്മൾ അന്ന് പോയതുപോലെ ആവരുതെന്നേ ഉള്ളൂ, അല്ലേ അച്ഛാ? ആ, അന്ന് എനിക്കൊരു തെറ്റ് പറ്റി. നിത്യോടുള്ള എന്റെ സ്നേഹം അത് നഷ്ടപ്പെടുമെന്ന് ഓർത്ത് നിവർത്തികേടുകൊണ്ട് ചെയ്തു പോയൊരു തെറ്റ്. ഓ, ഇനി അങ്ങനെ ഉണ്ടാവില്ല. എല്ലാം ഞാൻ തരാം. എല്ലാം ഞാൻ തരാം. ആധാർ കാർഡോ പാസ്പോർട്ടോ എന്തും. ശരത്തേട്ടൻ എന്താ ആലോചിക്കുന്നത്? അല്ല, ജ്യോത്സ്യം വരുന്നു, സമയം കുറിക്കുന്നു, നമ്മുടെ കല്യാണം നടക്കുന്നു. അതൊരു നല്ല കാര്യമല്ലേ? കാര്യം നല്ലതൊക്കെ തന്നെ. പക്ഷേ ഇതിന്റെ പിന്നിൽ ദേവികയുടെ ഒരു കുതന്ത്രം മണക്കുന്നുണ്ട്. കുതന്ത്രോ? എന്ത് കുതന്ത്രം? അതാ ഞാൻ പറഞ്ഞ ചില സമയത്ത് നിനക്ക് ബുദ്ധിയില്ലെന്ന്. ശരത്തേട്ടൻ ഒന്ന് കാര്യം തെളിച്ചു പറയും. ഇത് അവരുടെ ദേവികയുടെ കുതന്ത്രം തന്നെ. എന്ത് കുതന്ത്രം? നമ്മുടെ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയല്ലേ അവരാഗ്രഹിക്കേണ്ടതും ശ്രമിക്കേണ്ടതും? അല്ല, ഇപ്പൊ അവരുടെ ഉള്ളിലെ കുബുദ്ധിയുടെ കുന്തമന് തിരിഞ്ഞിരിക്കുക. ഒന്നുകിൽ അവരുടെ ബുദ്ധി, അതല്ലെങ്കിൽ ഡോക്ടർ നിരഞ്ജന്റെ ഉപദേശം. എന്തുപദേശം? നിന്റെ കല്യാണം അതൊരു ധർമ്മ കല്യാണമായി നടത്തി നിന്നെ പെട്ടെന്ന് പടിയിറക്കുക.
വില്ലയുടെ പണി തീർന്നില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വാടക വീട്ടിൽ കിടന്നോളൂല്ലോ. അത് നമ്മുടെ സ്വർഗമല്ലേ? നമ്മുടെ സ്വർഗമല്ല, ദേവികയുടെ സ്വർഗം. അതെങ്ങനെ? ഈ വീട് അവർക്ക് സ്വന്തമായി കിട്ടുകയല്ലേ. പിന്നെ നിന്റെ അച്ഛനെ അമ്മയും മുത്തശ്ശിയൊക്കെ അവര് തീർക്കും, ചെയിൻ ഓപ്പറേഷൻ. എന്നിട്ട് ഈ വീട്ടിൽ അവരും നിരഞ്ജനും താമസിക്കും. ഇല്ല, അത് നടക്കില്ല. അത് നടക്കാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ നിന്റെ അച്ഛനോട് പറയണം. ശരത്തേട്ടൻ പറയ്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ മനസ്സിലായ കാര്യം?